അടിപൊളി പടം. ദൃശ്യം ഒന്നും അല്ല ഇതിന്റെ മുമ്പേ ഇടുപടം. അതിനപ്പുറത്തുണ്ടോ അതിനകത്ത് എനിക്കത് പറയാം. ട്രെയിലർ കാണിച്ച സംഭവം അല്ല അതിനപ്പുറം ഉണ്ട്. അതിനപ്പുറം കുറെ ഒരുപാടുണ്ട്. അത് ഞാൻ പറയുന്നില്ല. സൂപ്പർ പടം. ഹലോ നമസ്കാരം. മോഹൻലാൽ ശോഭന കോമ്പിനേഷനിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പഴയ ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനപ്പുറം ഉണ്ട്. ദൃശ്യത്തിന് മേളിൽ പോകും അങ്ങനെയൊന്നും പറയാനില്ല. ഞാൻ അങ്ങനെ പറയാനുള്ള. പക്ഷെ എന്തായാലും സൂപ്പർ പടം. ഇതുവരെ പ്രതീക്ഷ ഒരു പടം ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ കരുതി. പക്ഷെ എനിക്ക് അതിനപ്പുറം കിട്ടി. ശരിക്കൊരു ഫാമിലി പടം മാത്രമല്ല. അതിനപ്പുറം ഉണ്ട്. ത്രില്ലർ മൂഡിലോട്ട് വരുന്നു. ശോഭനയും മോഹൻലാലുള്ള കോമ്പിനേഷൻ സൂപ്പറായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. നമുക്ക് പഴയ ലാലേട്ടനെ കാണാൻ പറ്റും. പഴയ ലാലേട്ടൻ അതിനപ്പുറത്തുണ്ട്. അതിനകത്ത് എനിക്കത് പറയാം. ട്രെയിലർ കാണിച്ച സംഭവം അല്ല അതിനപ്പുറം ഉണ്ട്. അതിനപ്പുറം കുറെ ഒരുപാടുണ്ട്. അത് ഞാൻ പറയുന്നില്ല. എന്തായാലും നമ്മളൊരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും. എക്സ്പെക്ട് ചെയ്ത രീതിയില്ല പടം പോകുന്നത്. നമ്മൾ ട്രെയിലറിലൊന്നും കണ്ടല്ല. മൊത്തം പ്രഡിക്റ്റ് ചെയ്യാം. ഫാമിലി പടം മാത്രമല്ല, ഫാമിലിക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ത്രില്ലർ മൂഡ് വരുന്നുണ്ട്. ത്രില്ലർ മൂഡ് നമ്മൾ ഇന്ന മൂഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും വേറെ രീതിയിൽ പോകുന്നുണ്ട്. പെട്ടെന്ന് ട്രാക്ക് മാറുന്നുണ്ട്. മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ ലാലേട്ടനെ ഒരു നമുക്ക് 90s ചില ഇതൊക്കെ കാണിക്കും. അതുപോലെ ചില റെഫറൻസ് ഉള്ളതുകൊണ്ട് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. നല്ലൊരു പടമായിരുന്നു. നല്ല സൂപ്പറായിട്ട്. 100 കോടി കയറും. അടിപൊളി പടം. ലാലേട്ടൻ നമ്മുടെ പഴയ ലാലേട്ടനെ കാണാൻ. അത് തന്നെ പഴയതല്ല, അടിപൊളി പടം. ദൃശ്യത്തിന് മേളിൽ പോകുന്നുണ്ടോ? ദൃശ്യം ഒന്നും അല്ല ഇതിന്റെ മുമ്പേ ഇടുപടം. ഒരു തീപ്പടം. നമ്മൾ പ്രതീക്ഷ അല്ല, വെറൊരു സാധാ ഫാമിലി പടം അല്ല. ത്രില്ലർ പടം. 100 കോടി അടിക്കാൻ ചാൻസ് ഉണ്ടോ? അടുത്ത 100 കോടി കണക്കല്ല. നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്കൊരു ഒരു കഥയിലൂടെ ഒരു കഥാപാത്രങ്ങൾ പോകുന്നൊരു സ്പീഡ് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നൊരു സിനിമ ഒരു താരങ്ങൾക്ക് വേണ്ടി എടുത്ത കഥയൊന്നും അല്ല. ജീവിക്കുക പക്ക സിനിമ. വിന്റേജ് ലാലേട്ടനെ തിരിച്ചു കിട്ടി. വിന്റേജ് ലാലേട്ടൻ എന്ന് പറയാൻ പറ്റത്തില്ല. ലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ വേറെ ഐറ്റം. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? തരുൺമൂർത്തി എല്ലാം അടിപൊളി. ഇത്രയും വലിയൊരു സാധനം കൈ വെച്ചിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സ്ക്രിപ്റ്റ് എല്ലാം അടിപൊളി. നൈസ്. ഇതിന്റെ സ്ഥിരം ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഫീൽ ഗുഡ് സാധനം. അതൊക്കെ ലാലേട്ടനിലൂടെ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നൈസായിരുന്നു, അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ പടം ഹൈ ലെവലിലോട്ട് കയറും. ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് കൊടുത്ത പൈസ മുതലാവും. ശോഭന മോഹൻലാൽ കോമ്പിനേഷൻ ഒക്കെ കോമ്പിനേഷൻ ഇത് വേറൊരു ലെവലിലോട്ട്, വേറെ രീതിയിലോട്ട്. പഴയ അതല്ല, ഇത് വേറൊരു സാധനം. അത് വേറൊരു സാധനം. കോമഡി അല്ല, പടം വേറെ ലെവലാണ്, വേറൊരു മോഡലാണ്. ത്രില്ലർ മൂഡ് വരുന്നു. ത്രില്ലറാണ്. ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞ് പടം നൈസായിട്ട് ബ്ലെൻഡ് ചെയ്ത് ട്രാക്ക് മാറും. നമ്മൾ പോലും അറിയാതെ ട്രാക്ക് മാറി കയറി പോകും. കാണാത്തൊന്നുമല്ല, കണ്ടതൊക്കെ തന്നെയാണ്. പക്ഷേ പടം നൈസാണ്, അടിപൊളിയാണ്. പടം മൊത്തത്തിൽ ഒന്നും എനിക്ക് നെഗറ്റീവ് അറിയില്ല, അത്ര അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടു. സൂപ്പർ കോടി അടിക്കും. 100 കോടി അടിക്കും അടുത്ത പടം. അതറിയത്തില്ല, പക്ഷെ കൊള്ളാം. സൂപ്പർ പടം. നല്ല മാസാണ്. ഇത് രാവിലെ വെക്കേണ്ട ഷോ ആയിരുന്നു, 6 മണി ഫാൻ ഷോ ആയിട്ട്. സാധാരണ ഒരു ടിപ്പിക്കൽ ഫാമിലി പടം മാത്രമല്ല അല്ല, എല്ലാവർക്കും കൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.